Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സ് പ്രാക്ടിക്കൽസ് ആണ്. അപ്പോൾ സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെന്റ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. സിമ്പിൾ പെൻഡുലം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പേര് പോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സിമ്പിൾ പെൻഡുലത്തിന്റെ എയിം എന്താണെന്ന് നോക്കാം. Aim of the experiment എന്ന് പറയുന്നത് using the simple pendulum we have to plot LT square and LT graph. അതായത് LT square ഗ്രാഫും LT ഗ്രാഫും പ്ലോട്ട് ചെയ്യുക. അതുപോലെ തന്നെ LT square ഗ്രാഫിൽ നിന്ന് നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ കൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടു ഡിറ്റർമിൻ ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ പ്ലേസ്, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ തിയററ്റിക്കലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫ്രം കാൽക്കുലേഷൻ ഓൾസോ വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ജി. അതാണ് എയിം എന്ന് പറയുന്നത്. ഇനി എയിം നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഇനി അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ എപ്പോഴും ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ടിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ജിയുടെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയായിരിക്കും വാല്യൂ? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ അതിനോട് ക്ലോസ് ആയിട്ടുള്ള ഒരു വാല്യൂ വേണം നമുക്ക് കാൽക്കുലേഷൻ എന്നാണെങ്കിലും ഗ്രാഫ് എന്നാണെങ്കിലും കിട്ടാൻ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇനി അപ്പാരറ്റസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സിമ്പിൾ പെൻഡുലം, സ്റ്റോപ്പ് വാച്ച്, ദെൻ മീറ്റർ സ്കെയിൽ, വെർനിയർ കാലിപ്പേഴ്സ്. ഇത്രയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സിമ്പിൾ പെൻഡുലം എന്നുള്ളത് നിങ്ങൾ ഫെമിലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതായത് സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഹാവിങ് എ മെറ്റാലിക് ബോബ്. ആ മെറ്റാലിക് ബോബ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രിങ്ങിനോടാണ്. ആ സ്ട്രിങ് ദാറ്റ് വിൽ പാസ് ത്രൂ എ സ്പ്ലിറ്റ് കോർക്ക്, അതായത് ഒരു കോർക്കിന്റെ ഒരു ഹാഫ് പോർഷൻ ആണ്. അതിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് കോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്പ്ലിറ്റ് കോർക്കിലൂടെയാണ് അതിന്റെ സ്ട്രിങ് നമ്മൾ പാസ് ചെയ്യുന്നത്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു സ്റ്റാൻഡിൽ ക്ലാമ്പ് ചെയ്ത് വെക്കണം. വളരെ ടൈറ്റ് ആയിട്ട് നമ്മളൊരു സ്റ്റാൻഡിനകത്ത് ഈ സ്ട്രിങ് ക്ലാമ്പ് ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് വേണ്ട ഹൈറ്റ്, അതായത് ലെങ്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ടൈറ്റ് ആയിട്ട് ആ സ്പ്ലിറ്റ് കോർക്കിന്റെ ഭാഗത്ത് എന്ത് ചെയ്യണം? അവിടെ ക്ലാമ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അതിൽ നമുക്ക് ലെങ്ത് ഓഫ് ദ പെൻഡുലം എന്ന് പറയുന്നത് ആ ബോബിന്റെ, നമുക്ക് തന്നിട്ടുള്ള മെറ്റാലിക് ബോബിന്റെ സെന്റർ മുതൽ അതായത് സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആ പോയിന്റ് വരെ ആയിരിക്കും. പോയിന്റ് ഓഫ് സസ്പെൻഷൻ വരെയുള്ള ലെങ്ത്തിനെയാണ് നമ്മൾ ലെങ്ത് ഓഫ് ദ പെൻഡുലം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ തവണയും എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ, അതായത് പ്രൊസീജിയർ പറയുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം. ഇനി പിന്നീട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ തിയറി എന്താണെന്നുള്ളതാണ്. ഇവിടെ നെസസറി തിയറി മാത്രം എഴുതിയാൽ മതി. ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മളത് ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് സിമ്പിൾ പെൻഡുലം എന്താണ്? വളരെ ലൈറ്റ് ആയിട്ട് വേണം, വളരെ ചെറിയ ഓസിലേഷൻസ് മാത്രമാണ് എടുക്കാൻ പാടുള്ളൂ. അതായത് സ്മോൾ ഓസിലേഷൻസ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു L/T സ്ക്വയർ ആണ്. അല്ലാത്ത കേസിൽ അവിടെ എറർ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് ഓസിലേറ്റ് ചെയ്യരുത്, ഒരു മീഡിയം ലെവലിൽ വേണം ഓസിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ G = 4π² × L/T സ്ക്വയർ ആണ്. ഇവിടെ L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ പെൻഡുലം, T ഇസ് ദ ടൈം പീരീഡ് ആണ് ഓഫ് ഓസിലേഷൻ. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. G = 4π² × L/T സ്ക്വയർ. ഇതാണ് കാൽക്കുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിസൾട്ട് എഴുതുന്ന സമയത്ത് എന്താണ്? ദ വാല്യൂ ഓഫ് ജി, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഫ്രം LT സ്ക്വയർ ഗ്രാഫും അതുപോലെ തന്നെ ബൈ കാൽക്കുലേഷനും രണ്ടും മെൻഷൻ ചെയ്യണം. അപ്പൊ എന്താണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്? അതിനനുസരിച്ചിട്ട് റിസൾട്ട് എഴുതുക. ഓക്കെ. നമ്മൾ പ്രൊസീജിയറിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഒബ്സർവേഷൻസ് ആൻഡ് കാൽക്കുലേഷൻസിൽ മെൻഷൻ ചെയ്യാനുള്ളത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം കാണാനുള്ളത് റേഡിയസ് ഓഫ് ദ ബോബ് ആണ്. നമുക്ക് തന്നിട്ടുള്ള മെറ്റാലിക് ബോബിന്റെ റേഡിയസ് കാണണം. അപ്പം റേഡിയസ് കാണാൻ നമ്മൾ ഓൾറെഡി വെർനിയർ കാലിപ്പേഴ്സ് വെച്ചുകൊണ്ട് റേഡിയസ് കാണാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? റേഡിയസ് കാണാൻ പറ്റും. ദാറ്റ് വിൽ ബി മെൻഷൻഡ് ഇൻ സെന്റിമീറ്റർ. സെന്റിമീറ്ററിലാണ് നമ്മൾ അതിന്റെ വാല്യൂ നോട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ടൈം പീരീഡ് ആണ് കാണാനുള്ളത്. അപ്പോൾ ടൈം പീരീഡ് കാണാനുള്ള ടാബുലർ കോളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നോട്ട് ചെയ്യേണ്ട ഇതെന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ഓഫ് സസ്പെൻഷൻ ആൻഡ് ദ ബോട്ടം ഓഫ് ദ ബോബ് ആണ്. അതായത് L+R എന്ന് പറയുന്നതാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ലെങ്ത് ഓഫ് ദ പെൻഡുലം എന്ന് പറയുന്നത് സെന്റർ ഓഫ് ദ മെറ്റാലിക് സ്ഫിയർ ടു ദ പോയിന്റ് ഓഫ് സസ്പെൻഷൻ ആണ്. +R എന്ന് പറയുന്നത് ഈ റേഡിയസ് ആണ്. അപ്പോൾ ആ വാല്യൂ ആണ് ആദ്യത്തെ കോളത്തിൽ എഴുതേണ്ടത്. അടുത്ത കോളത്തിൽ ലെങ്ത് ഓഫ് ദ പെൻഡുലം, അതായത് പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുതൽ സെന്റർ ഓഫ് ദ മെറ്റാലിക് ബോബ്, ആ ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ L ആയിട്ട് എഴുതാം. അതിനുശേഷം നമ്മൾ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സപ്പോസ് ഒരു 40 സെന്റിമീറ്റർ ആണ് അല്ലെങ്കിൽ 50 സെന്റിമീറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക ലെങ്ത് ഓഫ് ദ പെൻഡുലം. അങ്ങനെയാണെങ്കിൽ ടൈം ഫോർ 20 ഓസിലേഷൻസ് നമ്മൾ മെഷർ ചെയ്യും. അതിന് സ്മോൾ ലെറ്റർ T എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. ദാറ്റ് വിൽ ബി ഇൻ സെക്കൻഡ്. ഇനി ആദ്യം 1 എന്ന് പറയുന്ന കോളത്തിൽ ഫസ്റ്റ് ടൈം നമ്മൾ 20 ഓസിലേഷൻസിന് എടുക്കുന്ന ടൈമാണ് 1 എന്ന് പറയുന്നതിൽ എഴുതേണ്ടത്. സെയിം എക്സ്പെരിമെന്റ്, അതായത് വിത്ത് ദ സെയിം ലെങ്ത് റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് 2 എന്ന് പറയുന്നത്. ജസ്റ്റ് റിപ്പീറ്റ് ചെയ്തു എന്നുള്ളൂ, എറർ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്.
എന്നിട്ട് അതിന്റെ മീൻ ആണ് അടുത്ത കോളത്തിൽ എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വാല്യൂ ഇപ്പോൾ 50 സെന്റിമീറ്ററിന്റെ ആണെന്നുണ്ടെങ്കിൽ 2 തവണ കണ്ടതിന് ശേഷം അതിന്റെ മീൻ വാല്യൂ എഴുതുന്നതായിരിക്കും ടൈം ഫോർ ഓസിലേഷൻ, അതായത് സ്മോൾ ലെറ്റർ ടി എന്ന് പറയുന്നത്. ഇനി 20 ഓസിലേഷൻസിനുള്ള ടൈമാണ് ഇപ്പൊ കിട്ടിയത്. ഇനി നമുക്ക് അടുത്ത കോളത്തില് പീരീഡ് ഓഫ് ഓസിലേഷൻ, അതായത് ടൈം ടേക്കൺ ഫോർ 1 കംപ്ലീറ്റ് ഓസിലേഷൻ ആണ് കാണേണ്ടത്. അപ്പൊ 20 ഓസിലേഷൻസിന് എടുത്ത ടൈമാണ് നമ്മുടെ കയ്യിൽ ഇവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദാറ്റ് ടൈം ഡിവൈഡഡ് ബൈ 20 ചെയ്യണം. അതായത് ക്യാപിറ്റൽ ടി ആണ് പീരീഡ് ഓഫ് ഓസിലേഷൻ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു സ്മോൾ ലെറ്റർ ടി ബൈ 20. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ മതി. അതിനുശേഷം എന്ത് ചെയ്യണം, അതിന്റെ സ്ക്വയർ കാണണം, അതായത് ടി സ്ക്വയർ, ടൈം പീരീഡിന്റെ സ്ക്വയർ കാണാം. അടുത്ത കോളത്തില് എൽ ബൈ ടി സ്ക്വയർ ആണ്. അപ്പോൾ ഓരോ കേസിലും എൽ ബൈ ടി സ്ക്വയർ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. കാരണം ഓരോ സമയത്തും ആദ്യത്തെ കേസിൽ 50 ആണെങ്കിൽ അടുത്തത് 60, 70, 80 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഓരോ കേസിൽ 50യുടെ കേസ് ആണെങ്കിൽ 50 ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ ഇവിടെ എത്രയാണോ കിട്ടുന്നത് ആ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ കിട്ടുന്ന ഓരോ വാല്യൂസും കണ്ടതിന് ശേഷം അതിന്റെ മീൻ വാല്യൂ കാണുന്നതായിരിക്കും മീൻ എൽ ബൈ ടി സ്ക്വയർ എന്ന് പറയുന്നത്. അത് അടുത്തത് നമ്മൾ കാൽക്കുലേഷന് വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ ഈ എൽ ബൈ ടി സ്ക്വയർ കാണാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ ഈ ടാബുലർ കോളത്തിൽ വാല്യൂസ് കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ പ്രൊസീജിയറിൽ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ടൈം പീരീഡ് അതായത് കാണുന്നതിന് വേണ്ടിയിട്ട് ലെങ്ത് ഓഫ് ദ പെൻഡുലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് അവിടെ ആ കോർക്കിന്റെ സൈഡിൽ നമുക്ക് ഇതിനൊന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ലൂസാക്കിയതിന് ശേഷം ആ ത്രെഡ് കറക്റ്റ് ആയിട്ട് പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുതൽ സെന്റർ ഓഫ് ദ ബോബ് വരെയുള്ള ഡിസ്റ്റൻസ് 50 സെന്റിമീറ്റർ ആക്കിയിട്ട് വെക്കുക. ഓക്കെ, അതിനുശേഷം അതിനെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കണം, വളരെ പതുക്കെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുക. ഒരുപാട് അതായത് ഇങ്ങനെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ പോയിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാകില്ല, കറക്റ്റായിട്ട് നമുക്ക് എൽ ബൈ ടി സ്ക്വയർ കിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു നോർമലി ഒരു ഓസിലേഷൻ എടുത്താൽ മതി. അതുപോലെ തന്നെ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യണം എന്നില്ല, നിങ്ങൾ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യണം എന്നില്ല. ഒരു എക്സാക്റ്റ് ആയിട്ട് നമുക്കൊരു ഓസിലേഷൻ തുടങ്ങി കഴിയുമ്പോൾ 2 സൈഡിലേക്കും ഈക്വൽ ആയിട്ടാണ് ഓസിലേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യാം. സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യുന്ന സമയം മുതൽ നമ്മൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങണം, അതായത് ഓസിലേഷൻസ്. ഇപ്പോൾ ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്നാണ് ഒരു ഓസിലേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വരെ പോയിട്ട് തിരിച്ച് അതേ പോയിന്റിൽ എത്തുമ്പോഴായിരിക്കും ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അങ്ങനെ 20 ഓസിലേഷൻസിന് എടുക്കുന്ന ടൈമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ 20 ഓസിലേഷന്റെ ടൈം ഇവിടെ ആദ്യത്തെ കേസിൽ 1 എന്ന് പറയുന്നതിൽ എഴുതി. അപ്പൊ ഇവിടെ ലെങ്ത് ഓഫ് ദ പെൻഡുലം നമ്മൾ 58 എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്നത് എത്രയാണോ സെക്കൻഡ്സ് അത് ഇവിടെ എഴുതുക. അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ കോളത്തിൽ എഴുതുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഫസ്റ്റ് തവണ ചെയ്യുമ്പോഴും സെക്കൻഡ് ചെയ്യുമ്പോഴും ഓൾമോസ്റ്റ് സിമിലർ വാല്യൂ ആണ് കിട്ടുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. എന്നിട്ട് അതിന്റെ മീൻ അപ്പുറത്തെ കോളത്തിൽ എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ 50 കഴിഞ്ഞാൽ ഓരോ തവണയും 10 സെന്റിമീറ്റർ അതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യണം. അപ്പൊ അത് ശ്രദ്ധിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ലെങ്ത് ഓഫ് ദ പെൻഡുലം നമ്മൾ മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്തിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് 60 ആക്കുക. സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ തവണ നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിനെ റീസെറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. നേരത്തെ വാല്യൂ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് റീസെറ്റ് ചെയ്തു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഓസിലേഷൻ തുടങ്ങാം. ഓസിലേഷൻ നോർമലായി വരുന്ന സമയത്ത് സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യുക, സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. അതൊരു 110 വരെ ഉള്ള വാല്യൂസ് കാണാം. 110 വരെയുള്ള ലെങ്ത് നമ്മൾ കണ്ടതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇത്രയും വാല്യൂസ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മീൻ കാണും, അത് കഴിഞ്ഞാൽ പീരീഡ് ഓഫ് ഓസിലേഷൻ കാണാം. ഓക്കെ, അതായത് ഇവിടെ കിട്ടുന്ന ടൈം ഡിവൈഡഡ് ബൈ 20. ഇനി ചില കേസിൽ ചില ആളുകൾ എന്തായിരിക്കും 10 തവണയായിരിക്കും ഓസിലേഷൻസ് എടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല, പക്ഷെ ഇവിടെ ഒരു മോർ അക്യുറസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 20 ടൈംസ് എടുക്കുന്നത്. അപ്പോൾ 10 ആണ് എടുക്കുന്നതെങ്കിൽ ടി ബൈ 10 കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ 20 ആണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, 20 ടി ബൈ 20 ആയിരിക്കും സ്മോൾ ലെറ്റർ ടി ബൈ 20 ആയിരിക്കും എന്ത് ടൈം പീരീഡ് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത്. അതിവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഓരോ കേസിലും ക്യാപിറ്റൽ ടി കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടി സ്ക്വയർ കാണണം. അതുപോലെ തന്നെ ലാസ്റ്റ് കോളത്തിൽ എൽ ബൈ ടി സ്ക്വയർ കാണണം. ലെങ്ത് ഓഫ് ദ പെൻഡുലം ഡിവൈഡഡ് ബൈ ടി സ്ക്വയറിന്റെ വാല്യൂ. അത് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം അതിന്റെ മീൻ വാല്യൂ കാണുന്നതാണ് മീൻ വാല്യൂ ഓഫ് എൽ ബൈ ടി സ്ക്വയർ. അത് സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് കിട്ടുന്നത്. ഓക്കെ, അതിന് നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇനി അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു 4π² × L / T² ആണ്. അപ്പോൾ ഈ 4π² കോൺസ്റ്റന്റ് ആണ് അല്ലെ. 4 × 3.14 the whole square into L / T² മീൻ വാല്യൂ ആണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട വാല്യൂ എത്രയാണ്, ഓൾമോസ്റ്റ് നിയർ ടു 9.8 ആണ്. എക്സാക്ട്ലി ചിലപ്പോൾ 9.8 കിട്ടും. ഇനി എല്ലാവർക്കും 9.8 കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരു 9.7, 9.8 ഓർ 9.9 ഇത്രയും റീഡിങ്സ് നമുക്ക്
ഇൻ ബിറ്റ്വീൻ ഉള്ള റീഡിങ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എറർ ഇല്ലാതെ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതേ കാര്യം തന്നെ നമുക്കൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞു LT ഗ്രാഫും LT സ്ക്വയർ ഗ്രാഫും പ്ലോട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് LT സ്ക്വയർ ഗ്രാഫിൽ നിന്ന് ഈ വാല്യൂ കാണുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ LT സ്ക്വയർ ഗ്രാഫിന്റെ കേസിൽ ആദ്യം എന്തെടുക്കണം, L എന്ന് പറയുന്നത് X ആക്സിസിലാണ്, T സ്ക്വയർ Y ആക്സിസിലാണ്. നമുക്ക് ഗ്രാഫ് കൃത്യമായിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫാണ് കിട്ടുക. അതിന്റെ സ്ലോപ്പ് കാണാം. ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളതുപോലെ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആണ് എടുത്തിട്ടുള്ളത്. സ്ലോപ്പ് കാണുമ്പോൾ ഇവിടെ AB/BC എന്ന് പറയുന്നതാണ് L/T സ്ക്വയർ. അപ്പോൾ ഗ്രാഫിൽ നിന്നുള്ള വാല്യൂ കാണാൻ വേണ്ടിയിട്ട് 4π² ഇൻറ്റു AB/BC ചെയ്താൽ മതി. അത് L/T സ്ക്വയറിന് ഇക്വലന്റ് ആണ്. അപ്പോൾ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കണം, കമ്പാരബിൾ ആയിരിക്കണം വിത്ത് ദ കാൽക്കുലേറ്റഡ് വാല്യൂ. ഓക്കെ, നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വാല്യൂമായിട്ട് കമ്പാരബിൾ ആയിരിക്കണം. ഓൾമോസ്റ്റ് സെയിം വാല്യൂ തന്നെ കിട്ടണം. അല്ലെങ്കിൽ നിങ്ങൾ സ്ലോപ്പ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വാല്യൂ കാൽക്കുലേഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ സ്ലോപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം വാല്യൂ തന്നെ ഗ്രാഫിൽ നിന്നും കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയും m/s² ആണ് കിട്ടുന്ന വാല്യൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലെങ്ത് ഓഫ് ദ സെക്കൻഡ്സ് പെൻഡുലം കാണാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, അതായത് T എന്ന് പറയുന്നത് അവിടെ എത്രയായിരിക്കും, യെസ് ദാറ്റ് വിൽ ബി 2. ഓക്കെ, ടൈം പീരീഡ് ഓഫ് സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ LT സ്ക്വയർ ഗ്രാഫിൽ നിന്ന് കാണുമ്പോൾ 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്ത് ആണ് കാണേണ്ടത്. ദാറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ സെക്കൻഡ്സ് പെൻഡുലം. അപ്പോൾ അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഇവിടെ 4ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു പാരലൽ വരച്ചിട്ടുണ്ട്. ദെൻ ദാറ്റ് ലെങ്ത് കറസ്പോണ്ടിങ് ടു 4 ആണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അതിവിടെ ഗ്രാഫിൽ മാർക്ക് ചെയ്യാം. അത്രയും ലെങ്ത് എത്രയാണെന്ന് നോക്കും. ഇവിടെ OD എന്ന് പറയുന്ന ലെങ്ത് ആണ് എന്ത്, അവിടുത്തെ ലെങ്ത് ഓഫ് ദ സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ LT ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ്. L എന്ന് പറയുന്നത് വി ആർ ടേക്കിംഗ് അലോങ് X ആക്സിസ് ആൻഡ് T ഈസ് ടേക്കിംഗ് അലോങ് Y ആക്സിസ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഗ്രാഫ് എന്തായിരിക്കും, ഒരു കേർവ് ആണ് കിട്ടുക. അപ്പോൾ ഡയഗ്രത്തിൽ കാണുന്നത് പോലെ ആ ഗ്രാഫും കൂടെ വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ കാൽക്കുലേഷൻ ചോദിക്കാൻ മിക്കവാറും ചാൻസ് ഉണ്ട്. അപ്പോൾ കാൽക്കുലേഷൻ എന്നാണ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും നമ്മൾ ഈ ടാബുലാർ കോളം കമ്പൽസറി ആണ്. ഏത് ഗ്രാഫ് വരയ്ക്കണമെങ്കിലും ടാബുലാർ കോളം കമ്പൽസറി ആണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യാം, LT സ്ക്വയർ ഗ്രാഫ് എന്നാണ് കാൽക്കുലേഷൻ എങ്കിൽ LT സ്ക്വയർ ഗ്രാഫും കൂടെ വരയ്ക്കുക. ഈ LT ഗ്രാഫ് മാത്രമാണ് ചോദിച്ചതെങ്കിൽ ഈ ഗ്രാഫ് വരയ്ക്കേണ്ട ആവശ്യമില്ല, LT ഗ്രാഫ് വരച്ചാൽ മതി. അതിനകത്തുനിന്ന് കാൽക്കുലേഷൻസ് ഇല്ല. അതിന്റെ സ്കെയിൽ കൃത്യമായി മെൻഷൻ ചെയ്യുക. അതായത് X ആക്സിസിൽ എന്താണ് ക്വാണ്ടിറ്റി എടുക്കുന്നത്, ലെങ്ത് ആണ്. സോ 1 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു ദാറ്റ് മച്ച് യൂണിറ്റ് എന്നുള്ളത് എക്സാക്ട് ആയിട്ട് വിത്ത് യൂണിറ്റ് മെൻഷൻ ചെയ്യുക. അതുപോലെ Y ആക്സിസിലെ ടൈം പീരീഡ് ആണ്. അപ്പോൾ അതിന്റെ എത്രയാണ് 10 ഡിവിഷൻ എത്രയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അതും കൂടെ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, റിസൾട്ട് എഴുതാം. അപ്പോൾ റിസൾട്ട് നമ്മൾ ഓൾറെഡി റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ, അതിൽ വാല്യൂ എൻ്റർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ എഴുതാം, അതായത് the value of acceleration due to gravity by calculation എത്രയാണോ വിത്ത് യൂണിറ്റ് m/s² ആയിരിക്കും. ആൻഡ് ബൈ കാൽക്കുലേഷൻ എത്രയാണ് വരുന്നതെങ്കിൽ ആ ഫ്രം ഗ്രാഫ് എത്രയാണെന്നുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ പെൻഡുലം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. Now we can conclude the video. If you like the video, please like, share and subscribe. Thanks for watching.